ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇത് കാണുമ്പോൾ ഞാൻ നാട്ടിലേക്ക് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ മുന്നെപ്പോഴോ എടുത്തു വെച്ച വീഡിയോ ആണ്. മറ്റേ SCRT ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ലൈക്ക് ഓക്കെ, അപ്പൊ ഇതെന്തോ ഒരു റാങ്ക് ഫയൽ കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ എടുത്ത് ജസ്റ്റ് നോക്കിയതാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ 10th പ്രിലിംസിന്റെ ഹോട്ട് ടോപ്പിക്സ് ആണ്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എനിക്ക് കമന്റ്സ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഹോട്ട് ടോപ്പിക്സ് ചെയ്യണത്. ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് പറയാം, അതിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നത് പഠിക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ 20K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത് ഈ ഒരു മന്ത് ആയത്, ഈ മന്ത് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. സോ അതുകൊണ്ടും പിന്നെ പെട്ടെന്നായിരുന്നു 20K. നമ്മുടെ ഇതിലെ ഗിവ് അവേ ഒക്കെ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു, പിള്ളേരുടെ കയ്യിൽ ഇത് എത്തി കഴിഞ്ഞു കേട്ടോ. എനിക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഗിവ് അവേ ഒക്കെ കൊടുത്തു കഴിഞ്ഞു, അവരുടെ കയ്യിൽ ബുക്സ് ഒക്കെ എത്തിയിട്ടോ. നമ്മൾ SCRT ബുക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എത്തിക്കഴിഞ്ഞു. അതിന് ഞാൻ പിക്ചേഴ്സ് പറ്റുകയാണെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോ 20K സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക് യു സോ മച്ച്. നിങ്ങളോടാണ് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അധികം ലെങ്ത് ഒന്നും കൂട്ടണ്ട പറഞ്ഞിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണത്. ഓക്കെ അല്ലേ? അപ്പോ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഞാൻ വീഡിയോ റെക്കോർഡും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട അതേ വീഡിയോ ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടാണ് ഒരു ഫോട്ടോ ആയിട്ടായിരിക്കും കാണിക്കുക. ജസ്റ്റ് ഒന്നല്ലെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഞാനൊരു 12 ടോപ്പിക് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ പഠിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ എത്ര ടോപ്പിക് ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് കറണ്ട് അഫയേഴ്സ് 12 ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അത് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റത്തെ ഒന്നാമത്തെ ടോപ്പിക്കാണ് സാഹിത്യ അവാർഡുകൾ. ഓക്കെ അല്ലേ? പിന്നെ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പുതിയ അധികാരികളൊക്കെ വന്നു. LDF പോയി, UDF വന്നു. അപ്പോ നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ പഠിച്ചു വെക്കുക. അതുപോലെ വിവരാവകാശ കമ്മീഷൻ, അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് അത് പഠിച്ചു വെക്കുക. പിന്നെ അവരുടെ കാലാവധി കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഇത്ര വർഷം ഇത്ര വയസ്സ് അങ്ങനെയുള്ള കാലാവധിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ISRO മിഷൻ, അത് 2025-26 പഠിക്കണം കേട്ടോ. ആ ഒരു മൊത്തത്തിൽ ISRO ഒന്ന് പഠിച്ചു വെക്കണേ. പിന്നെ കേരള സർക്കാർ പദ്ധതികൾ, ഓഫ് കോഴ്സ് അതിൽ 1-2 ക്വസ്റ്റ്യൻ പദ്ധതികൾ, അത് കേരള സർക്കാർ പദ്ധതികളും അതുപോലെ കേന്ദ്ര സർക്കാർ പദ്ധതികളും. ചിലർക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അറിയില്ല, അപ്പൊ ജസ്റ്റ് അതും കൂടെ നോക്കി വെക്കുക. ജസ്റ്റ് എന്നല്ല, എന്തായാലും ഈ പദ്ധതികൾ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. 1 മാർക്ക് 2 മാർക്ക് അതിൽ ഉറപ്പാണ്, പ്രിലിംസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ, അത് ജസ്റ്റ് വായിച്ചു പോവുക, കാണാണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അതില് നമ്മുടെ ഈ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പേപ്പറിലൊക്കെ കുറെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടൊക്കെ, അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് ഗെയിംസും അതിന്റെ വേദികളും. ഇപ്പൊ നമ്മൾ കുറെ ഫുട്ബോള്, ക്രിക്കറ്റ് ഒക്കെ നടക്കണ്ടല്ലോ, അതിന്റെ എവിടെയൊക്കെയായിരുന്നു ഫൈനലിലെ വേദികൾ, ഫൈനലിൽ ആരൊക്കെയായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരാണ് വിന്നേഴ്സ്, ആരാണ് റണ്ണേഴ്സ് അപ്പ്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര റൺസിനാണ് അല്ലെ എത്ര ഗോളിനാണ് ജയിച്ചത്, ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ICC T20 വേൾഡ് കപ്പ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന T20 വേൾഡ് കപ്പ്. പിന്നെ ഭാരത് രത്ന കിട്ടിയവര് എന്തിനാണ് ലഭിച്ചതെന്നൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അത് ന്യൂസ് പേപ്പർ വായിച്ചവരൊക്കെ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും വായിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ന്യൂസ് കാണുക, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും, അത് കണ്ടിട്ടെങ്കിലും പഠിക്കുക. പിന്നെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ IPL, അതുപോലെ 2025 IPL മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എലക്ഷൻ 2026 നടന്ന എലക്ഷൻ, അതില് ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, പ്രായം കുറഞ്ഞ MLA, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക. പിന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും, നമ്മുടെ ഈ സിനിമാ നടന്മാർക്ക് കിട്ടിയിട്ടുള്ള അവാർഡല്ല, അതാണ് പറയുന്നത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു പോണത്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സത്തെ ഹോട്ട് ടോപ്പിക്സ് അത്രയേ ഉള്ളൂ. ഇനി ഭരണഘടനയ്ക്ക് വരികയാണെങ്കിൽ, ഭരണഘടനാ നിർമ്മാണ സഭ, പൗരത്വം, മൗലിക കടമകളും അവകാശങ്ങളും, ആർട്ടിക്കിൾസ്, ഭരണഘടനാ ഭേദഗതികൾ. ഓക്കെ അല്ലേ? ഇതില് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാനിപ്പോ പ്രത്യേകം ബയോളജി, ഫിസിക്സ് അങ്ങനെ എടുത്ത് പറയുന്നില്ല, മൊത്തത്തിൽ അങ്ങോട്ട് പറയുകയാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അത്
നിങ്ങൾ എന്ത് നോക്കിയിട്ടില്ലെങ്കിൽ കേരളവും ഇന്ത്യത്തെ അടിസ്ഥാന വിവരങ്ങളെങ്കിലും കാണാണ്ട് പഠിച്ചിട്ട് പോവുക. എന്തായാലും പഠിച്ചിട്ട് പോവുക. ജസ്റ്റ് വായിക്കില്ല, പഠിച്ചിട്ട് പോവുക. അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും മനസ്സിലാവും. നിങ്ങൾക്ക് അതെങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ കേരളത്തിലെ നദികളും കായലുകളും അതുപോലെ ഇന്ത്യയിലെ നദികളും കായലുകളും. ഇന്ത്യത്തെക്കാളിലും കേരളത്തെ കൂടുതലായിട്ട് നദികൾ പഠിക്കുക. ഏതൊക്കെ വടക്കോട്ട് ഒഴുകുന്ന നദി, തെക്കോട്ട് ഒഴുകുന്ന നദി, അതുപോലെ നദിയുടെ നീളം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപരനാമങ്ങൾ, അതൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാലാവസ്ഥ, പിന്നെ പക്ഷി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും 1 മാർക്ക് ഉറപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടെ പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ സയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രകാശം, ചലനം, താപം, ആറ്റം, അതുപോലെ ആസിഡും ആൽക്കലിയും, പീരിയോഡിക് ടേബിള്. ബയോളജിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളും രോഗകാരികളും, കരള്, രക്തം, മനുഷ്യ ശരീരം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അസ്ഥി വ്യവസ്ഥ. ഓക്കെ അല്ലേ? മനുഷ്യ ശരീരം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. ഇല്ലെങ്കിലും അതിലെ കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയതുണ്ടാവും. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. അസ്ഥി വ്യവസ്ഥ നന്നായി വായിച്ചിട്ട് പോവുക. ഓക്കെ അല്ലേ? അതിൽ എക്സ്ട്രാ ഞാനിപ്പോ ആഡ് ചെയ്തിട്ടുള്ളത് നീതി ആയോഗം, അതുപോലെ ദേശീയ ഗാനം, ദേശീയ ഗീതം, പിന്നെ ഭരണഘടനയുടെ ലിസ്റ്റുകൾ ഉണ്ടാവും. കറണ്ട് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനത്തെ ലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതും കൂടെ അത് ഏതിലാണ് പെടുന്നത്, ഇപ്പൊ പോലീസ് ഏത് ലിസ്റ്റിലാണ് പെടുന്നത്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് അങ്ങനത്തെ ലിസ്റ്റുകളിൽ ഏതൊക്കെ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ അല്ലേ? ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയിട്ടും കുറെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടും ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് ജസ്റ്റ് എഴുതിയതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഒന്നാമത് എനിക്ക് എക്സാം ആവാനായതുകൊണ്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിഗ്രീന്റെ എക്സാം ആണെന്ന്. അപ്പൊ 11-ാം തീയതി തൊട്ടിട്ട് ഇവിടെ എക്സാം ആണ്. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഞാൻ എടുക്കാത്തതും. ഇപ്പൊ ടേബിളിൽ ഇരുന്നിട്ടൊന്നല്ല ഞാൻ പഠിക്കുന്നത്, നടന്നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സമയവും സാഹചര്യം ഒന്നും ഇല്ല. എന്തായാലും എക്സാം എഴുതുന്നവര് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനിയും ഉണ്ട് ദിവസങ്ങള്. ഇതിപ്പോ എത്രാം തീയതിയാണ്? ഞാനിപ്പോ വീഡിയോ ഇടുന്നത് 6-ാം തീയതി ആയിരിക്കും. ജൂലൈ 18, ഒരു മാസത്തിന്റെ മേലെയുണ്ട്. ഒരു മാസം 10 ദിവസം ഉണ്ട്. ഒരു മാസം 10 ദിവസം കണക്കാക്കിക്കോ. ഓക്കെ അല്ലേ? അത്രയും ഉണ്ട്. ഒരു മാസം കൊണ്ടെങ്കിലും നിങ്ങൾ കുറച്ചായിട്ട് പഠിക്കരുത്. ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആ ടോപ്പിക്ക് പഠിച്ച് തീർക്കുക. പ്ലസ് PYQ നോക്കുക മസ്റ്റ് ആയിട്ടും. കറണ്ട് അഫേഴ്സ് നന്നായി പഠിച്ചിട്ട് പോവുക. ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് കറണ്ട് അഫേഴ്സ് പ്ലസ് മാത്സ് നിങ്ങൾ വിട്ട് കളയേ ചെയ്യരുത്. നമുക്ക് അതിൽ നിന്ന് മാർക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മാത്സിന് സ്കോർ ചെയ്യാം. കിട്ടുന്നത് മൊത്തം വായിച്ചിട്ട് വരിക. എനിക്ക് അത്ര പറയുള്ളൂ മാത്സിന്. വേറെ ഒന്നും എനിക്ക് പറയാനുള്ളത്. ഞാൻ മാത്സിന്റെ ടോപ്പിക് ആഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാം പഠിക്കണം. മാത്സ് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാം പഠിക്കണം. നിങ്ങൾ ഡെയിലി ഇനിയിപ്പോ ഇന്ന് തൊട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ഇരിക്കും. ഞാൻ ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾ ഇരിക്കും. ഇപ്പൊ തൊട്ടിട്ട് മാത്സ് ചെയ്ത് പോവുക. ഓരോ ദിവസം ഓരോ ടോപ്പിക് തീർക്കാൻ നോക്കുക. രാവിലെ നേരത്തെ എണീക്കുക, രാത്രി വൈകി കിടക്കുക, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല പ്രിലിംസ് ക്രാക്ക് ചെയ്യുക. പ്രിലിംസ് കിട്ടിയെന്ന് അറിഞ്ഞിക്കഴിഞ്ഞാൽ ഇരുന്നോ, മെയിൻസിന് പെട്ടെന്ന് തന്നെ മെയിൻസ് ഉണ്ടാവും. സോ എല്ലാവരും നന്നായി പഠിക്കുക. എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. എഴുതാൻ പറ്റിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വരാൻ പോകുന്ന എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോ ഹോട്ട് ടോപ്പിക്സ് ഒന്നല്ലെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും ഫോണിൽ വെച്ചാലും മതി കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കുക. SCERT നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചിട്ട് പോവുക, വിട്ട് കളയരുത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്